Hello. Methods of proving theorems. Proofs എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ ഹാർട്ടും സോളും ആണ് എന്ന് നമുക്ക് പറയാം. മാത്തമാറ്റിക്സ് ഇന്നത്തെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രൂഫ്സ് വളരെ നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട്. ഒരു മാത്തമാറ്റിക്കൽ റിസൾട്ട്, അതുപോലെ ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതം, അതെല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് പ്രൂഫിലൂടെയാണ്. ഒരു മാത്തമാറ്റിക്കൽ റിസൾട്ടും ഒരു കമ്പ്യൂട്ടർ അൽഗോരിതവും അത് ലോജിക്കൽ റീസണിങ് വഴി പ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രൂഫ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മാത്തമാറ്റിക്സിൽ പല പേപ്പറുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെർമിനോളജീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം തിയറം. തിയറം എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ട്രൂ ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എ തിയറം is a statement that can be shown to be true. സാധാരണ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അതിനെ നമ്മൾ തിയറം ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. മാത്തമാറ്റിക്സിൽ തിയറം എന്ന് പറയുന്നത് അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇൻ മാത്തമാറ്റിക്കൽ റൈറ്റിംഗ് the term theorem is usually reserved for a statement that is considered at least somewhat important. ഇനി ഒരു തിയറത്തിൽ മിക്കവാറും അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആകാനാണ് സാധ്യത കൂടുതലുള്ളത്. അതുപോലെ അതൊരു യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആയിരിക്കും, എപ്പോഴും ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിന് ഒന്നോ അതിലധികമോ ഹൈപ്പോത്തസിസ് കാണും, അതുപോലെ ഒരു കൺക്ലൂഷനും കാണും. A theorem may be the universal quantification of a conditional statement with one or more premises and a conclusion. ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തിയറം എന്ന് കരുതാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. അതൊരു വലിയ മാത്തമാറ്റിക്സിൽ ഒരു വലിയ തിയറമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇഫ് n is an integer and n cube plus 5 is odd, then n is even. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് n ഇൻറ്റീജർ ആവുകയും n ക്യൂബ് പ്ലസ് 5 ഓഡ് ആവുകയും ചെയ്താൽ n ഈവൻ ആയിരിക്കും. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് പ്രമീസസ് ഉണ്ട്. n ഇൻറ്റീജർ ആവണം, രണ്ടാമത്തേത് n ക്യൂബ് പ്ലസ് 5 ഓഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് n ഈസ് ഈവൻ എന്ന കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെ നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരാറുണ്ട്. ഇനി ഇങ്ങനെയല്ലാതെ വെറുതെ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, √2 ഈസ് ഇറാഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയും തിയറംസ് വരാറുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രപ്പോസിഷൻ. അടുത്ത ഒരു പുതിയ ടെർമിനോളജി പ്രപ്പോസിഷൻ. ഓൾറെഡി നിങ്ങൾ പ്രപ്പോസിഷൻ എന്നൊരു വാക്ക് ഇതിനു മുമ്പേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ദറ്റ് ഈസ് എ സെൻറ്റൻസ് ദറ്റ് ഡിക്ലെയേഴ്സ് എ ഫാക്റ്റ്. ഒരു ഫാക്റ്റ് പറയുന്ന ഒരു സെൻറ്റൻസ്. അത് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. അല്ലാതെ ട്രൂവുമാണ് ഫോൾസുമാണ് എന്നൊരവസ്ഥ പാടില്ല. A declarative sentence that is either true or false but not both. ഇങ്ങനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചത്. ഇവിടെ നമ്മൾ തിയറം, പ്രൂഫ്, ആ ഒരു ലൈനിൽ പ്രപ്പോസിഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര വലിയ തിയറംസ് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത തിയറംസ്, ചെറിയ ചെറിയ തിയറംസ്.
അതിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പ്രപ്പോസിഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് ഡെഫിനിഷനും എഴുതി വെക്കുന്നതാണ് നല്ലത്. ലെസ് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആർ കോൾഡ് പ്രപ്പോസിഷൻസ്. അടുത്തൊരു വേർഡാണ് പ്രൂഫ്. ഇതെല്ലാം മാത്തമാറ്റിക്സിൽ ഹയർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഈ പരിചയപ്പെടുത്തുന്നത്. പ്രൂഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തിയറം, അതൊരു യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞു. അത് എല്ലായ്പ്പോഴും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരി ആണ് എന്ന് തെളിയിക്കുന്നത് ഈ പ്രൂഫ് വഴിയാണ്. ഓക്കെ, എ പ്രൂഫ് ഈസ് എ വാലിഡ് ആർഗ്യുമെൻറ്റ് that establishes the truth of a theorem. ഒരു തിയറം ശരിയാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നത് ഇങ്ങനെ കുറേ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ആ ആർഗ്യുമെൻറ്റ്സ് അതിനെയാണ് നമ്മൾ പ്രൂഫ് എന്ന് പറയുക. We demonstrate that a theorem is true with a proof. ഒരു തിയറം ശരിയാണ് എന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ്. ഇനി വരുന്ന വേറൊരു ടെർമിനോളജിയാണ് ആക്സിയംസ് ഓർ പോസ്റ്റുലേറ്റ്സ്. സാധാരണ ആക്സിയംസും പോസ്റ്റുലേറ്റ്സും ഒക്കെ നമ്മുടെ പ്രൂഫിൽ വരാറുണ്ട്. ആക്സിയംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലാതെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആക്സിയംസ് ഓർ പോസ്റ്റുലേറ്റ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് we assume to be true. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈൻ ഇൻഫിനിറ്റായിട്ട് നീണ്ടുപോകുന്നു എന്നൊക്കെ നമ്മളങ്ങ് അസ്യൂം ചെയ്തേക്കുവാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പ്രത്യേകിച്ച് പ്രൂഫൊന്നും കൊടുക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ ആക്സിയംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്സിയംസ് മേ ബി സ്റ്റേറ്റഡ് യൂസിങ് primitive terms that do not require definition. നമ്മളൊരു ആക്സിയം പറയുമ്പോൾ ചിലപ്പോൾ അതിൽ ചില പ്രിമിറ്റീവ് ടേംസ് കാണാം. അതായത് പ്രൂഫ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത ചില ടേംസ്. ഫോർ എക്സാമ്പിൾ, പോയിന്റ് എന്നൊരു വാക്ക്, അതൊരു പ്രിമിറ്റീവ് ടേം ആണ്. പോയിന്റ് എന്താണ് എന്ന് നമ്മൾ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ടേംസ് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കാം ആക്സിയംസ് പലപ്പോഴും നമ്മൾ പറയുക. അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി, അത് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിന് പ്രത്യേകിച്ചൊരു പ്രൂഫ് ആവശ്യമില്ല. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ ആക്സിയംസ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേറൊരു വേർഡ് ആണ് ലെമ്മ. ഇതിൻ്റെ പ്ലൂറൽ ലെമ്മാസ് അല്ലെങ്കിൽ ലെമ്മാറ്റ. രണ്ട് രീതിയിലും അതിൻ്റെ പ്ലൂറൽ പറയാറുണ്ട്. ലെമ്മാസ് എന്നും പറയും, ലെമ്മകൾ, അല്ലെങ്കിൽ ലെമ്മാറ്റ. ഇത് രണ്ടും അതിൻ്റെ പ്ലൂറൽ ഫോംസ് ആണ്. ലെമ്മ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെറിയ ചെറിയ റിസൾട്ടുകൾ ആണ്, അല്ലെങ്കിൽ പ്രൂഫ് റിസൾട്ടുകളാണ്. അത് ഉപയോഗിക്കുന്നത് ചില കോംപ്ലിക്കേറ്റഡ് പ്രൂഫ്സ്, ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രൂഫ്, അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ലെമ്മ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വലി അതൊരു ചെറിയ ഒരു തിയറത്തിൻ്റെ പോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് അതിൻ്റേതായ പ്രൂഫ് ഉണ്ട്. അപ്പോൾ വൺസ് ഈ ലെമ്മ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെമ്മ നമുക്ക് വലിയ വലിയ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എ ലെസ് ഇമ്പോർട്ടൻറ്റ് തിയറം that is helpful in the proof of other results is called a lemma. വലിയ വലിയ തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് സഹായകരമാകുന്ന ചെറിയ ചെറിയ തിയറംസ്, അതിനെയാണ് നമ്മൾ ലെമ്മ എന്ന് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് പ്രൂഫ്സ് ആർ യൂഷ്വലി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് when they are proved using a series of lemmas where each lemma is proved individually. ഓരോ ലെമ്മയും നമ്മൾ സെപ്പറേറ്റ് പ്രൂവ് ചെയ്തിരിക്കണം. അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തിയറംസ് നമുക്കുണ്ട് എങ്കിൽ ആ ചെറിയ ചെറിയ തിയറംസ് പലത് ഉപയോഗിച്ച് നമുക്കൊരു വലിയ തിയറം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അനദർ വേർഡ് കൊറോളറി. കൊറോളറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിയറത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത ഒരു തിയറത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട്
പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട്, അതിനെയാണ് നമ്മൾ കൊറോളറി എന്ന് പറയുക. എ കൊറോളറി ഈസ് എ തിയറം that can be established directly from a theorem that has been proved. ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു തിയറത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ തിയറംസ്, അതിനെയാണ് കൊറോളറി എന്ന് പറയുക. ഇനി അടുത്ത വേർഡ് കൺജക്ചർ. കൺജക്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ട്രൂ ആകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള എക്സാമ്പിൾസിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എവിഡൻസ് വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷെ അതിന് പ്രൂഫ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ കൺജക്ചർ എന്ന് പറയുന്നത്. എ കൺജക്ചർ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ബീയിങ് പ്രൊപ്പോസ്ഡ് ടു ബി ട്രൂ സ്റ്റേറ്റ്മെന്റ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആകും, usually on the basis of some practical evidence, a heuristic argument or the intuition of an expert. നമ്മൾ ചില എക്സാമ്പിൾസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഒരു തോന്നൽ, അതിൻ്റെ ബേസിസിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ശരിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൺജക്ചർ എന്ന് പറയുന്നത്. ഇനി ആ കൺജക്ചറിന് നമ്മളൊരു പ്രൂഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ തിയറം എന്നാണ് പറയുക. വെൻ എ പ്രൂഫ് ഓഫ് എ കൺജക്ചർ ഈസ് ഫൗണ്ട്, ദ കൺജക്ചർ ബിക്കംസ് എ തിയറം. പക്ഷെ ചില കേസിൽ അത് തെറ്റാണ് എന്നും തെളിയിക്കപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു കൺജക്ചറിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഒരു പ്ലെയിനിൽ വരച്ചിരിക്കുന്ന ഒരു ഫിഗർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ഭൂപടം വരച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ പല സംസ്ഥാനങ്ങൾ ഉണ്ട്. ഇനി ആ സംസ്ഥാനങ്ങൾക്ക്, ഓരോ സംസ്ഥാനത്തിനും നമ്മൾ കളർ കൊടുക്കുന്നു. ഒരു സംസ്ഥാനത്തിന് നമ്മൾ ഒരു പർട്ടിക്കുലർ കളർ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ നെയ്ബറിങ് സംസ്ഥാനങ്ങൾക്ക് സെയിം കളർ കൊടുക്കാൻ പാടില്ല. അതായത് കോമൺ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് സെയിം കളർ കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾ ഓരോ സംസ്ഥാനവും കളർ ചെയ്യുന്നു. അങ്ങനെ മിനിമം എത്ര കളർ ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയുടെ ഭൂപടം കളർ ചെയ്യാൻ പറ്റും? അത് ഒരു കൺജക്ചർ ആണ്. അതിനെ നമ്മൾ പറയുക 4 കളർ തിയറം എന്നാണ്. ഗ്രാഫ് തിയറി എന്ന പേപ്പറിൽ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്. തിയറം എന്ന് പറയാൻ പറ്റില്ല, കൺജക്ചർ ആണ്. പക്ഷെ ചിലവർ അതിനെ തിയറം എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതിന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൂഫ് അവൈലബിൾ ആണ്. പക്ഷേ മാത്തമാറ്റിക്കൽ റീസണിങ് ഉപയോഗിച്ച് ഈ കൺജക്ചറിന് ഇതുവരെ പ്രൂഫ് കിട്ടാത്തത് കൊണ്ട് പലരും ഇതിനെ കൺജക്ചർ എന്ന് തന്നെയാണ് വിളിക്കുക. അത് 4 കളർ കൺജക്ചർ എന്ന് പറയാൻ കാരണം ഈ ഭൂപടം കളർ ചെയ്യാൻ നമുക്ക് 4 കളർ മതി എന്നുള്ളതാണ്. ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത കളർ കൊടുത്തുകൊണ്ട് മിനിമം 4 കളർ ഉപയോഗിച്ച് എനിക്ക് ഒരു ഭൂപടം കളർ ചെയ്യാൻ പറ്റും. അത് ഇന്ത്യയുടെ ഭൂപടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വേൾഡ് മാപ്പ് ആയിക്കോട്ടെ, എന്തായാലും അതങ്ങനെ പോസിബിൾ ആണ് എന്നുള്ളത് ഒരു കൺജക്ചറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് മാത്തമാറ്റിക്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ചില ടേംസ്. ഈ സെക്ഷനിൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് തിയറംസ് പ്രൂവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് ഉണ്ട്. നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യുന്നു. ഇതെല്ലാം വിശദീകരിച്ച് നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇൻഡയറക്റ്റ് പ്രൂഫ് ഉണ്ട്. ഇൻഡയറക്റ്റ് പ്രൂഫിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇനി അനദർ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറംസ് നമ്മൾ പല കേസസ് ആയിട്ട് പ്രൂവ് ചെയ്യും, പ്രൂഫ് ബൈ കേസസ്. അടുത്തതെന്ന് പറയുന്ന ചില തിയറംസിൻ്റെ നേച്ചർ വെച്ചിട്ട് നമുക്ക് എക്സിസ്റ്റൻസ് പ്രൂഫ്സ് അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ മെഷർ തിയറിയിലുള്ള ഒരു റിസൾട്ടാണ് ദർ എക്സിസ്റ്റ് എ നോൺ മെഷറബിൾ സെറ്റ്. അതിന് നമ്മൾ ചെയ്യുന്നത് നോൺ മെഷറബിൾ ആയിട്ടുള്ള ഒരു സെറ്റ്, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ്. ആ ടൈപ്പ് പ്രൂഫിനെയാണ് നമ്മൾ എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്. ഈ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൂഫ്സിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.